പ്രമുഖ നാടക പ്രവർത്തകനും ഗായകനുമായ വിനോദ് പട്ടുവം തന്റെ കലാജീവിതത്തിലെ അനുഭവങ്ങൾ ക്യാപിറ്റൽ ക്യാൻവാസുമായി പങ്കുവയ്ക്കുന്നു. അബുദാബിയിലെ കായിക രംഗത്ത് നിറസാന്നിധ്യമായ വിനോദ് പട്ടുവം ഗായകൻ, നാടക പ്രവർത്തകൻ, ഹ്രസ്വ സിനിമാ സംവിധായകൻ എന്നീ നിലകളിൽ UAE-യിലെ പ്രവാസി മലയാളി സമൂഹത്തിന് ഏറെ പരിചിതനാണ്. കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം സ്വദേശിയായ വിനോദ് സ്കൂൾ സാഹിത്യ സമാജത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് കലാരംഗത്ത് സജീവമാവുന്നത്. സ്കൂൾ തലത്തിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നാടകരംഗത്തേക്ക് കടന്നു വരുന്നത്. അന്ന് സ്കൂളുകളിലുള്ള ഈ സാഹിത്യ സമാജം പരിപാടിയിൽ നാടകം അവതരിപ്പിച്ചുകൊണ്ട് ആണ് ആദ്യമായി നാടകരംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതിനുശേഷം ഒരുപാട് സ്കൂൾ തല നാടകങ്ങളിലും മലയാള മനോരമയുടെ അഖില കേരള ബാലജന സഖ്യത്തിലൂടെയും മറ്റ് അമേച്ചർ സംഘടനകളുടെയും ഒരുപാട് നാടകങ്ങൾ ആ കാലത്ത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടായിട്ടുണ്ട്. കലാപാരമ്പര്യമുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് വിനോദ് ജനിച്ചു വളർന്നത്. ഗാനരചയിതാവും ഗായകനുമായ കുന്നിൽ ഗോവിന്ദൻ കാർത്തിയായനി ദമ്പതികളുടെ 2 മക്കളിൽ മൂത്ത മകനാണ് വിനോദ്. കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽപ്പൂ, കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെപ്പോലെ, കവർന്ന രാധികയെപ്പോലെ. 10ഓളം നാടകങ്ങൾ എഴുതുകയും 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്യുവാനും അദ്ദേഹത്തിന് സാധിച്ചു. 90കളുടെ അവസാനം കോഴിക്കോട് വെച്ച് നടന്ന ബാലജന സഖ്യത്തിന്റെ നാടക മത്സരത്തിൽ AG എന്നറിയപ്പെടുന്ന A. ഗോപാലകൃഷ്ണന്റെ ചെമ്പകരാമൻ എന്ന നാടകത്തിലൂടെ മികച്ച നടനായി വിനോദിനെ തെരഞ്ഞെടുക്കപ്പെട്ടു. കുറച്ച് കോളേജ് കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ സ്വന്തമായി രചിച്ച് സംവിധാനം ചെയ്ത രാമക്കാട്ടിലത്ത് രാമൻ നമ്പൂതിരി എന്ന് പറയുന്ന നാടകം സംസ്ഥാന കേരളോത്സവത്തിൽ 1ാം സ്ഥാനം നേടുകയും ഏകദേശം ഒരു 150ഓളം വേദികളിൽ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് വേദികളിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് അമേച്വർ നാടക വേദികളിൽ അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും നാടകങ്ങൾ എഴുതുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 10ഓളം നാടകങ്ങൾ ആ സമയത്ത് രചിച്ചിട്ടുണ്ട്. 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അഭിനേതാവ് എന്ന നിലയിൽ ഏറെ മുന്നേറാൻ ചെമ്പകരാമൻ എന്ന നാടകത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. ദേശീയ നാടകോത്സവത്തിലും ചെമ്പകരാമൻ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു പാരൽ കോളേജ് അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച വിനോദ് കണ്ണൂർ ആകാശവാണി FM സ്റ്റേഷനിൽ അനൗൺസറായും ജോലി ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് തന്നെ ഗാനമേള വേദികളിലും സജീവമായി. തുടർന്ന് ഗൾഫിലേക്ക് വിസ ലഭിച്ച് പ്രവാസ ജീവിതം ആരംഭിച്ചു. അബുദാബിയിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 11 വർഷം കഴിഞ്ഞു. ഭരത് മുരളി നാടകോത്സവത്തിൻ്റെ ആദ്യ വർഷം അബുദാബി അവതരിപ്പിച്ച കൃഷ്ണനാട്ടം എന്ന നാടകം സംവിധാനം ചെയ്തുകൊണ്ടാണ് അബുദാബിയിൽ ഞാൻ നാടക പ്രവർത്തനം ആരംഭിക്കുന്നത്. അബുദാബിക്ക് വേണ്ടി ഒരുക്കിയ കൃഷ്ണനാട്ടം 2 അവാർഡുകൾ കരസ്ഥമാക്കി. തുടർന്നുള്ള വർഷങ്ങളിൽ KSC ഭരത് മുരളി നാടകോത്സവത്തിൽ ശബ്ദവും വെളിച്ചവും എന്ന നാടകത്തിലെ പ്രകടനത്തിന് മികച്ച നടനായും കൂട്ടുകൃഷി എന്ന നാടകത്തിലൂടെ മികച്ച 2ാമത്തെ നടനായും തുടർ വർഷങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. മലകാട് വെട്ടിത്തെളിച്ച് മലതെല്ല് വാഴണം, വാഴക്കുല വെട്ടി പുകയ്ക്കിട്ട് പഴുപ്പിക്കണം, കുന്നിമണി പോലൊരു വീട് വയ്ക്കണം, സ്വന്തം മണ്ണ് സ്വർഗമാക്കണം. അതായിരുന്നു ചെമ്പരത്തി ആഗ്രഹം. ഹ്രസ്വ സിനിമാ രംഗത്തും നടൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും വിനോദ് തന്റെ കയ്യൊപ്പ് ചാർത്തിക്കഴിഞ്ഞു.
അബുദാബി മലയാളി സമാജം ഹ്രസ്വ സിനിമാ മത്സരത്തിൽ വിനോദ് പട്ടുവം രചനയും സംവിധാനവും നിർവഹിച്ച ഡ്രോപ്സ് എന്ന ഷോർട്ട് ഫിലിം മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള പുരസ്കാരം കരസ്ഥമാക്കി. ആ വോളി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി. അവൾക്ക് സങ്കടമായി കാണുമല്ലേ? ആദ്യമായിട്ട് ഇത്രയും ദേഷ്യപ്പെടുന്നു. പോട്ടെ, നീ അവളെ സമാധാനിപ്പിച്ചു. കുട്ടനുറങ്ങിയോ? എന്നാ ശരി, ഞാൻ നാളെ വിളിക്കാം. ഓക്കെ. ഇത് നമ്മുടെ ദുര്യോഗമാണ്. ഇതിനെ തിരിച്ചറിയാനും പ്രതികരിക്കാനുമുള്ള ശേഷി നേടേണ്ട കാലഘട്ടം സമാഗതമായിരിക്കുന്നു. UAE-യിൽ ചിത്രീകരിച്ച നിരവധി ടെലി സിനിമകളിലും നടൻ എന്ന നിലയിൽ വിനോദിന്റെ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ 11 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന വിനോദ് ജോലി ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലെ അധികൃതർ കലാപ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകി വരുന്നു. കലയോടും സംഗീതത്തോടുമുള്ള തന്റെ അഭിനിവേശം തിരിച്ചറിഞ്ഞ് തന്റെ സഹപ്രവർത്തകരും നൽകി വരുന്ന പ്രോത്സാഹനവും കൊണ്ടുകൂടിയാണ് ജോലി തിരക്കുകൾക്കിടയിലും കലാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇവിടെ പ്രവാസ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അറിയാം, നമ്മളൊക്കെ ഇവിടെ വരുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് എന്നെപ്പോലെയുള്ള കലയെ സ്നേഹിക്കുന്ന, കലയോട് ആഭിമുഖ്യമുള്ള ആളുകൾക്ക് ഇതുപോലെ സ്ഥാപനങ്ങൾ തരുന്ന പിന്തുണയും വലിയൊരു ഘടകമായിട്ട് എനിക്ക് എടുത്തു പറയേണ്ടി വരും. പൊതുവേ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിലൊക്കെ അവിടെയുള്ള എൻ്റെ HODയും അതുപോലെ ബോസുകളൊക്കെ കലാപ്രവർത്തനത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ടൈം എനിക്ക് അനുവദിക്കുവാനും അവർ പലപ്പോഴും തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രിയും ചില സമയങ്ങളിലൊക്കെ ലീവെടുത്തും ഈ കലാപ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം സമ്മാനങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിച്ചിട്ടുള്ള വിനോദ് പട്ടുവത്തിന് ഈ രംഗത്ത് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് അഹ്ലൻ അബുദാബി ആശംസിക്കുന്നു.